ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ. ബില്ലിന്റെ പകർപ്പ് എംപിമാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കാമെന്നും അതിവേഗ കോടതികൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേൽക്കും. പരീക്ഷാ തട്ടിപ്പ് തടയാനുള്ള നിയമം പാസാക്കുകയാണ് ആദ്യ ലക്ഷ്യം. അതിനിടെ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ 4 ദിവസത്തിനുള്ളിൽ പിൻവലിക്കുമെന്നും പുതിയ കേസുകൾ എടുക്കില്ല എന്നുമാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച CJP പുതിയ രാഷ്ട്രീയ പാർട്ടിയാകുമോ എന്നതിലാണ് ആകാംക്ഷ. ഇതൊരു തുടക്കം മാത്രമെന്നും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അഭിജിത് ദീപ് കെ പുതിയ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. This is just a beginning. The Cockroach Janata Party has a long way to go, and for sure we will go a long way. This is just a beginning. I would like to thank each and every supporter of the Cockroach Janata Party spread across India. Without you guys, we wouldn't have been able to achieve this. Salute to you all, यार, salute to you all. तो हमें शायद से improve करने का मौका नहीं मिलता. It's because of your criticism. It's because of your legitimate questions. We were able to improve ourselves, and I think that's why we were able to deliver as well. So that's all I want to say. Thank you to each and every one of you, and love you all. And as I said, and as I've been saying since day one. PR സുനിലും സജു ദേവസിയും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം PR സുനിലേക്കാണ് പോകുന്നത്. PR സുനിൽ, ആന്റി പേപ്പർ ലീക്ക് ബിൽ ഈ പ്രശ്നപരിഹാരത്തിന് ആദ്യം കേന്ദ്രം മുന്നോട്ട് വെച്ച പരിഹാര നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. ആ ബില്ലിന്റെ കരട് നിലവിൽ എംപിമാർക്കൊക്കെ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബിൽ പാസ്സാക്കലുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ചർച്ചകൾ നടന്നിട്ടുണ്ട് ഭരണപക്ഷത്ത്? മാധു, കേന്ദ്രമന്ത്രിസഭ ബില്ലിന്റെ കരടിന് കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത്. ആ ബില്ല് വരുന്ന ആഴ്ച തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ്. യുവാക്കളുടെ രോഷത്തിന് കേന്ദ്ര സർക്കാർ കീഴടങ്ങുകയാണ്. വേഗത്തിൽ ഈ ബില്ല് പാസാക്കിക്കൊണ്ട് പരീക്ഷാ പേപ്പർ തട്ടിപ്പ് തടയാനുള്ള ശക്തമായ നടപടിയിലേക്ക് പോകും എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ഈ ബില്ലിന്റെ പകർപ്പ് ഇപ്പോൾ എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും വരുന്ന ആഴ്ചയിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരും. അതായിരിക്കും ഇപ്പോൾ ചുമതലയേൽക്കുന്ന പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത്. ഈ ബില്ലിൽ പ്രധാനമായും നമ്മൾ നേരത്തെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയാൽ 10 വർഷം വരെയാണ് ശിക്ഷ നൽകുക. ഇതോടൊപ്പം തന്നെ പിഴ 5 കോടിയിൽ നിന്ന് 10 കോടി രൂപയായി ഉയർത്തുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം കേസുകൾ പ്രത്യേകം പരിഗണിക്കാനുള്ള അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്നും ഈ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ഈ ബില്ല് പാർലമെന്റിൽ വരും. അതിനുശേഷം വിശദമായ ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും പാസ്സാക്കുക. പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഈ ബില്ലിനെ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രതിപക്ഷം ഒരുപാട് ഭേദഗതികൾ ബില്ലിൽ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ബില്ല് പാസ്സാക്കാൻ അനുവദിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ സർക്കാരിന് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ബില്ല് പാസ്സാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോഴൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം, അതിന് കേന്ദ്ര സർക്കാർ കീഴടങ്ങിയ സാഹചര്യം, ഇതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലെങ്കിലും കേന്ദ്ര സർക്കാർ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും അടുത്ത ആഴ്ച ബില്ല് സഭയിൽ കൊണ്ടുവരാനുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ്.